ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയ ശേഷം 3 മാസത്തിനുള്ളിൽ പലപ്പോഴും അമേരിക്ക അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് ഇറാന്റെ ആയുധശേഷി തങ്ങൾ ഇല്ലാതെ ആക്കിയത്. ഇപ്പോൾ ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും തകർത്തു വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ഭൂരിഭാഗവും ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തന്നെ വിലയിരുത്തൽ. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ 33 മിസൈൽ കേന്ദ്രങ്ങളിൽ 30 എണ്ണം ഇപ്പോഴും സജീവമോ അല്ലെങ്കിൽ ഭാഗികമായോ പ്രവർത്തനക്ഷമമാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന മേഖലയാണിത്. അതുകൊണ്ട് തന്നെ സംഘർഷം വീണ്ടും വഷളായാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും എണ്ണക്കപ്പലുകൾക്കും ഇറാന്റെ ഈ ആയുധശേഷി വലിയ ഭീഷണിയായി മാറും. ഇറാന്റെ കൈവശം യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന മിസൈൽ ശേഖരത്തിന്റെ 70%വും മൊബൈൽ മിസൈൽ ലോഞ്ചറുകളുടെ 70%വും ഇപ്പോഴും സുരക്ഷിതമാണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതിൽ മിഡിൽ ഈസ്റ്റിലുടനീളം ആക്രമണം നടത്താൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ഭൂഗർഭ മിസൈൽ സംഭരണ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ 90% വീണ്ടും പ്രവർത്തന സജ്ജമായതായാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ സൈന്യം ഗുരുതരമായി തകർന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മന്ത്രിമാരും നിരന്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. മാർച്ച് മാസത്തിൽ ഇറാന്റെ സൈന്യം, നാവികസേന, വ്യോമസേന എന്നിവ ഉൾപ്പെടെയുള്ള സൈനിക ശക്തി ഒട്ടും അവശേഷിക്കുന്നില്ല എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അതേപോലെ അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ഓപ്പറേഷൻ ഇറാനെ വർഷങ്ങളോളം യുദ്ധം ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാക്കി എന്നായിരുന്നു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പ്രസ്താവിച്ചിരുന്നത്. എന്നാൽ അമേരിക്കൻ ഇന്റലിജൻസിന്റെ പുതിയ റിപ്പോർട്ടുകൾ ഈ അവകാശവാദങ്ങളെയെല്ലാം പൂർണ്ണമായും നിഷേധിക്കുന്നതാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഭൂഗർഭ സംവിധാനങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് പകരം അവയുടെ പ്രവേശന കവാടങ്ങൾ അടക്കുക മാത്രമാണ് പലയിടത്തും ചെയ്തത്. ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങളുടെ കുറഞ്ഞ ലഭ്യതയാണ് ഇതിനുള്ള പ്രധാന കാരണം. യുദ്ധസമയത്ത് അമേരിക്ക ഏകദേശം 1100 ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളും 1000-ലധികം ടോമാഹോക്ക് മിസൈലുകളും 1300-ലധികം പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ ആയുധശേഖരം അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇവ പുനഃസ്ഥാപിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് നിലവിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളെ ആശങ്കപ്പെടുത്തുന്നത്. ഇറാനുമായി വീണ്ടും വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്ക ആയുധങ്ങൾ സ്വന്തം ആവശ്യത്തിനായി മാറ്റിവെക്കുമെന്നും ഇത് ഉക്രൈൻ പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള ആയുധ വിതരണത്തെ ബാധിക്കുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് ഇപ്പോഴും തങ്ങളുടെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി പുനർനിർമ്മിച്ചുവെന്ന് വിശ്വസിക്കുന്നവർ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആയിരിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് ഒലിവിയ വെൽസ് പറയുന്നത്. ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടെങ്കിലും ഇരുപക്ഷവും തമ്മിൽ ഇടയ്ക്കിടെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട്. സംഘർഷം വീണ്ടും സജീവമായാൽ കടുത്ത സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ അമേരിക്ക നിർബന്ധിതരാകും. അതോടെ ഇറാനും മുഴുവൻ ശക്തിയോടെ തിരിച്ചടിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്.